ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു കഴുതയുടെ കഥ കേൾക്കാം. പണ്ട് ഒരു അലക്കുകാരന് ഒരു കഴുത ഉണ്ടായിരുന്നു. കഴുത ധാരാളം വസ്ത്രങ്ങൾ ചുമന്ന് പകൽ സമയത്ത് കഠിനാധ്വാനം ചെയ്തു. എന്നാൽ അലക്കുകാരൻ ശരിയായി ഭക്ഷണം നൽകാത്തതിനാൽ അത് മെലിഞ്ഞതും ദുർബലവുമായിരുന്നു. കഴുതയെ പോറ്റാൻ അലക്കുകാരനും അവന്റെ സുഹൃത്തായ കുറുക്കനും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി. രാത്രിയിൽ അവർ കഴുതയെ വയലിൽ മേയാൻ വിടും. പദ്ധതി നന്നായി പ്രവർത്തിച്ചു. കഴുത ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു രാത്രി വയലിൽ മേയാൻ പോകുമ്പോൾ കഴുത അകലെ നിന്ന് സംഗീതം കേട്ടു. അവൻ സന്തോഷിച്ചു, പാടാൻ ആഗ്രഹിച്ചു. കുറുക്കൻ അവനെ താക്കീത് ചെയ്തു, ഇത് പാടാനുള്ള സമയമോ സ്ഥലമോ അല്ല. കർഷകർ ചുറ്റുമുണ്ട്. അവർ നിന്റെ പാട്ട് കേട്ടാൽ നമ്മൾ പിടിക്കപ്പെടും. പക്ഷേ കഴുത കേട്ടില്ല. സംഗീതം എന്റെ ആത്മാവിലുണ്ട്, ഞാൻ പാടണം. കുറുക്കൻ വിട്ടുകൊടുത്തു പറഞ്ഞു, ശരി, പക്ഷേ ഞാൻ ആദ്യം പോകട്ടെ. കുറുക്കൻ നിശബ്ദമായി പോയി. കഴുത ഉറക്കെ കരയാൻ തുടങ്ങി. ബഹളം കേട്ട് കർഷകർ വടിയുമായി ഓടിയെത്തി കഴുതയെ ക്രൂരമായി മർദ്ദിച്ചു. പിന്നീട് കുറുക്കൻ മടങ്ങിയെത്തി പരിക്കേറ്റ കഴുതയെ കണ്ടു പറഞ്ഞു, ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകി, പക്ഷെ നീ കേട്ടില്ല. എപ്പോൾ നിശബ്ദത പാലിക്കണമെന്ന് ഇപ്പോൾ നീ പഠിച്ചില്ലേ? പാഠം: നിങ്ങൾ അല്ലാത്ത ഒരാളാകാൻ ശ്രമിക്കരുത്. മറ്റെന്തെങ്കിലും ആണെന്ന് നടിക്കുന്നത് ഒടുവിൽ നിങ്ങളെ ആപത്തിലെത്തും.